എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊളിറ്റിയുടെ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ 2 പാതി പഠിച്ചിരുന്നു. അതിന്റെ ബാലൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെന്താണ്, നോട്ട്സോ അല്ലെങ്കിൽ ഗൈഡൻസോ വേണം എന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. വീഡിയോയിലേക്ക് പോവാം. കമ്മിറ്റീസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ കമ്മിറ്റീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 8 മേജർ കമ്മിറ്റീസ് ഉണ്ട്, 12 മൈനർ കമ്മിറ്റീസ് ഉണ്ട്. അതിൽ 8 മേജർ കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയാണ് ആദ്യത്തേത്. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഈ 8 മേജർ കമ്മിറ്റീസ് എന്താണ്, കാണാണ്ട് പഠിച്ചു വെക്കുക, മറന്നു പോവാണ്ട് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? അതും ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ പട്ടേൽ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരിക്കലും മറന്നു പോകരുത്, ഓർത്തു വെക്കുക. ഒന്നുകൂടി നോക്കാം. യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അതും ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ പട്ടേൽ ആയിരുന്നു. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇനി അടുത്ത 4 കമ്മിറ്റികളാണ്. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ പട്ടേൽ ആയിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത്. ഇനി റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇനി സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. ഇനി സ്റ്റീറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ ഇതൊക്കെയാണ് 8 മേജർ കമ്മിറ്റീസ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ 8 മേജർ കമ്മിറ്റീസ് ആണിത് നമ്മളിപ്പോ പറഞ്ഞത്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ പട്ടേൽ ആണ്. ഇതിൽ എന്താണ്, 5 സബ് കമ്മിറ്റീസും ഈ ഒരു കമ്മിറ്റിയിൽ ഉണ്ട്. പിന്നെന്താണ്, റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അതും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. നമുക്ക് എത്ര മൈനർ കമ്മിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? 12 മൈനർ കമ്മിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് രൂപീകൃതമായത്? ഓഗസ്റ്റ് 29, 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഒന്നുകൂടി ഓർത്തു വെക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് സെറ്റ് അപ്പ് ഓൺ August 29, 1947. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായത്? അതായത് നമ്മുടെ പുതിയ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതം ആയത്. ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത്. ഇനി ഡോക്ടർ BR അംബേദ്കറിനെ കൂടാതെ ബാക്കി കുറച്ച് ആളുകൾ കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം. N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N മാധവ റാവു, TT കൃഷ്ണമാചാരി. ഇവരായിരുന്നു എന്ത്, നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിനെ നോക്കാം. ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N മാധവ റാവു, TT കൃഷ്ണമാചാരി. ഇതൊക്കെ എന്താണ്, കാണാണ്ട് പഠിച്ചു വെക്കുക. അല്ലാതെ നമുക്ക് ഓർത്തിരിക്കുക വേറെ ഒരു മാർഗങ്ങളില്ല. എന്ത് ചെയ്യുക, ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് കാണാതെ പഠിച്ചു വെക്കുക. എന്തിനു വേണ്ടിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പ്രിപ്പയർ ചെയ്തത്, അല്ല രൂപീകൃതമായത്? ഒരു പുതിയ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക എന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായത്. എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായത്? August 29, 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇത്രയേ ഉള്ളൂ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് പഠിക്കാനായിട്ട്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതിൽ ഈ മെമ്പേഴ്സിന്റെ നെയിം മാത്രം എന്ത് ചെയ്യുക, മറക്കാണ്ട് കാണാണ്ട് പഠിച്ചു വെക്കുക. ഡേറ്റ് ഒക്കെ ഓർത്തിരിക്കണം കേട്ടോ. പിന്നെയുള്ളതാണ്, എന്നാണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിഷ് ചെയ്തത്? ഫെബ്രുവരി 1948 ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ
പബ്ലിഷ് ചെയ്തത്. ഇനി സെക്കൻഡ് ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിഷ് ചെയ്തത് എന്നാണ്? ഒക്ടോബർ 1948 ഫെബ്രുവരിയിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തു, ഒക്ടോബറിൽ സെക്കൻഡ് ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിഷ് ചെയ്തു. ഇനി അടുത്തതാണ് എനക്ട്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പബ്ലിഷ് ചെയ്തത്? നവംബർ 4, 1948. ഡേറ്റ് ഓർത്തു വെക്കുക. ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിഷ് ചെയ്തത് എന്നാണ്? നവംബർ 4, 1948. പിന്നെ ഫസ്റ്റ് റീഡിംഗ് സ്റ്റാർട്ടായി. എന്താണ് ഈ ഫസ്റ്റ് റീഡിംഗ്? അതായത് അസംബ്ലിയിൽ ഒരു ജനറൽ ഡിസ്കഷൻ നടന്നു. നമ്മുടെ ഈ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിട്ട് ഒരു ജനറൽ ഡിസ്കഷൻ നടന്നു, ഒരു 5 ദിവസത്തെ. അതാണ് എന്ത്? ഫസ്റ്റ് റീഡിംഗ് എന്ന് അറിയപ്പെടുന്നത്. അത് എത്രാം തീയതി വരെയാണ് നടന്നത്? നവംബർ 9, 1948 വരെയാണ് ഈ ഒരു ഫസ്റ്റ് റീഡിംഗ് നടന്നത്. എന്നാണ് നമ്മുടെ ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് പബ്ലിഷ് ചെയ്ത ആ ഒരു ടൈമിലാണ് ഈ ഫസ്റ്റ് റീഡിംഗ് സ്റ്റാർട്ട് ആവുന്നത്. എന്നിട്ട് 5 ദിവസം ഉണ്ടായിരുന്നു ഈ ഡിസ്കഷൻ. അതിനുശേഷം നവംബർ 9, 1948 ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഫസ്റ്റ് റീഡിംഗ് എൻഡ് ആവുന്നത്. പിന്നെ സെക്കൻഡ് റീഡിംഗ് ഉണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ഡിസ്കഷൻ. പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു, അതായത് ഒത്തിരി പ്രപ്പോസൽസ് ഒക്കെ കൊണ്ടുവന്നു, മീൻസ് കുറെ ആർട്ടിക്കിൾസിന്റെ ഒക്കെ. അതിനുശേഷം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഈ ഫസ്റ്റ് റീഡിംഗ് സെക്കൻഡ് റീഡിംഗിലൊക്കെ നടന്നത്. സെക്കൻഡ് റീഡിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? നവംബർ 15, 1948 സെക്കൻഡ് റീഡിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ഇനി ഒക്ടോബർ 17, 1949 സെക്കൻഡ് റീഡിംഗ് എൻഡ് ആവുന്നത്. ഈ ഡേറ്റ് ഒക്കെ എന്ത് ചെയ്താൽ ഓർത്തു വെക്കുക. കാരണം സെക്കൻഡ് ചാപ്റ്റർ ഫുൾ എങ്ങനെയാണ്, കുറെ അധികം ഡേറ്റുകളും പലരുടെയും നെയിമുകളൊക്കെയാണ് പഠിക്കാനുള്ളത്. എന്ത് ചെയ്യുക? നല്ല രീതിക്ക് കാണാണ്ട് പഠിച്ചു വെക്കുക. എല്ലാം ഡേറ്റുകളൊക്കെ എഴുതി വെക്കുക. ഒരു സെപ്പറേറ്റ് ആയിട്ട് ഡേറ്റും ഇയറും ഒക്കെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഇനി തേർഡ് റീഡിംഗ് എന്താണ്? തേർഡ് റീഡിംഗ് നടക്കുന്നത് നവംബർ 14, 1949 തേർഡ് റീഡിംഗ് സ്റ്റാർട്ട് ആവുന്നത്. അതിനുശേഷം എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തു. അപ്പം ഫൈനൽ ഡ്രാഫ്റ്റ് എന്നാണ് പബ്ലിഷ് ചെയ്തത്? നവംബർ 4, 1948 ഫൈനൽ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തത്. അന്നാണ് ഫസ്റ്റ് റീഡിംഗ് സ്റ്റാർട്ട് ആവുന്നത്. അതിനുശേഷം നവംബർ 9, 1948 വരെ എന്തായിരുന്നു? ഫസ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് റീഡിംഗ് എൻഡ് ആയതാണെന്ന്? നവംബർ 9, 1948. ഇനി സെക്കൻഡ് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? നവംബർ 15, 1948. ഇനി എന്നാണ് സെക്കൻഡ് റീഡിംഗ് എൻഡ് ആയത്? ഒക്ടോബർ 17, 1949. ഇനി തേർഡ് റീഡിംഗ് എന്നാണ് സ്റ്റാർട്ട് ആയത്? അത് നവംബർ 14, 1949. അതിനുശേഷം എന്തായി? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്തു. എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ്? നവംബർ 26, 1949 കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്തത്. ഈ ഡേറ്റ് ആണ് എവിടെ പറയുന്നത്? നമ്മുടെ പ്രിയാമ്പിളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓർത്തു വെക്കുക. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്തത് എന്നാണ്? നവംബർ 26, 1949. ആ ഒരു സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, 8 ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു. ഓർത്തു വെക്കുക. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ആയ ആ ഒരു ടൈമില് അതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ടായിരുന്നു? ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു, 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു? 8 ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അത് ഓർത്തു വെക്കണേ. പിന്നെ ഫാദർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ചീഫ് ആർക്കിടെക്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതും ആരാണ്? അതും ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ എനക്ട്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ജസ്റ്റ് നമുക്ക് ഒന്ന് ഓർത്തു വെക്കുക. ഡേറ്റ്സ് ഒന്നും മറന്നു പോവാതെ മാറിപ്പോവാതെ പഠിക്കുക. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിനെ കുറെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അവർ പറഞ്ഞത് നോട്ട് എ റെസ്പോൺസിബിൾ ബോഡി എന്നാണ്. എന്താണ്? ഇതൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബോഡി അല്ല എന്നാണ് ആദ്യം അവർ പറഞ്ഞത്. രണ്ടാമതായിട്ട് അവർ പറഞ്ഞത് നോട്ട് എ സോവറിൻ ബോഡി എന്നാണ് രണ്ടാമതായിട്ട് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്താണ്? ടൈം കൺസ്യൂമിങ്, ഒത്തിരി ടൈം എടുക്കും എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഡൊമിനേറ്റഡ് ബൈ കോൺഗ്രസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിനെ ഡൊമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ് പറഞ്ഞത്? ലോയർ പൊളിറ്റീഷ്യൻ ഡൊമിനേഷൻ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറഞ്ഞു. അതിനുശേഷം വേറെ എന്താണ് ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് പറഞ്ഞത്? ഡൊമിനേറ്റഡ് ബൈ ഹിന്ദുസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് പല ആളുകളും പറഞ്ഞിരുന്നത്. ഒന്നുകൂടി നോക്കാം. നോട്ട് എ റെസ്പോൺസിബിൾ ബോഡി, നോട്ട് എ സോവറിൻ ബോഡി, നോട്ട് ടൈം കൺസ്യൂമിങ്, ഡൊമിനേറ്റഡ് ബൈ കോൺഗ്രസ്, ലോയർ പൊളിറ്റീഷ്യൻ ഡൊമിനേഷൻ, ഡൊമിനേറ്റഡ് ബൈ ഹിന്ദുസ്. ഇതൊക്കെ എന്താണ്? ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതിയാവും. അടുത്ത ടോപ്പിക് ആണ് ഇമ്പോർട്ടന്റ് ഫാക്ട്സ്.
എലഫന്റ് വാസ് അഡോപ്റ്റഡ് ആസ് ദ സിമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സിമ്പിൾ എന്തായിരുന്നു? എലഫന്റ്, ആനയായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സിമ്പിൾ. ഇനി ആരായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ? BN റാവു ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ. ഓർത്തു വെക്കുക, ഈ ഒരു പേര് മറന്നു പോകരുത്. BN റാവു ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് SN മുഖർജി വാസ് ദ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരായിരുന്നു? SN മുഖർജി ആയിരുന്നു. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ്? അത് പ്രേം ബിഹാരി നാരായൺ റായ്സാദയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നമുക്ക് ഫാക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സിമ്പിൾ? എലഫന്റ് ആയിരുന്നു. ആരായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ? BN റാവു ആയിരുന്നു. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആരായിരുന്നു? SN മുഖർജി ആയിരുന്നു. ഇനി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരായിരുന്നു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രേം ബിഹാരി നാരായൺ റായ്സാദ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ചാപ്റ്റർ 2 പഠിക്കാനായിട്ട്. പാർട്ട് 1 കണ്ടു നോക്കുക, ഇത് പാർട്ട് 2 ആണ്. ഇതുകൊണ്ട് ചാപ്റ്റർ 2 തീർന്നിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് എല്ലാ സബ്ജക്ട്സിന്റെ നോട്ട്സും പോട്ടെ, ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സബ്ജക്ട്സിന്റെയും നോട്ട്സും ഗൈഡൻസും അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് എന്ത് ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിലൊക്കെ ഡേറ്റുകളും നെയിമുകളും എന്ത് ചെയ്യുക, ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക. ചാപ്റ്റർ 2 മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനകത്ത് വരുന്ന ഡേറ്റുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളും നെയിംസ് ഒക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. എന്നിട്ട് റിവിഷൻ ചെയ്യുമ്പോൾ എടുത്ത് നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.